നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കർഷകർ ബീറ്റലാടിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ എവിടെ കിട്ടുന്നത് പലരും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കാഞ്ഞിരംകുളത്തുള്ളത്. അപ്പോൾ ഈ ഫാമിൽ സ്ഥിരം ബീറ്റലാടുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ബീറ്റലാടുകളെ ഇവിടോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് തന്നെ പഞ്ചാബിൽ ജോലി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും പേരന്റ് സ്റ്റോക്കിനായിട്ടുള്ളതും നമുക്ക് സെയിലിനായിട്ടുള്ളതും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ബീറ്റലാടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ നമ്പർ ഉണ്ടാവും, നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ കൂടി പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിൽ. എൻ്റെ പേര് ബാബു, തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളത്താണ് താമസം. പിന്നെ മോയി പഞ്ചാബിൽ ജോലി നോക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വാക്സിനേഷൻ കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റലാട് കൊണ്ടുവരുന്നു. ഇപ്പോൾ എത്ര പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ? ഒരു വർഷം കൊണ്ട് സെയിൽ നടത്തും. ഈ ഫാം നടക്കുന്നുണ്ടല്ലേ? ഒരു വർഷം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പ്രാവശ്യം ഇവിടെ ഒന്ന് വീഡിയോ എടുത്തു. 2-3 പ്രാവശ്യം ഇവിടെ ആട് വന്നിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? കൊടുത്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു വാക്സിനേഷൻ കഴിഞ്ഞ് ക്വാറന്റൈൻ കഴിഞ്ഞ് കിടക്കാൻ തോന്നുന്നു, കൊടുക്കാറായി കിടക്കാൻ തോന്നുന്നു അല്ലേ? കൊടുക്കാറായി. അപ്പൊ ഏതൊക്കെ പ്രായത്തിലുള്ള ആടുകളാണ് ഇവിടെ ഉള്ളത്? 1 വയസ്സ്, 6 മാസം, പിന്നെ 1.5 വയസ്സ്, ചനയുള്ള ആടുകളുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ട്. അമൃത്സർ ബീറ്റൽ വലുതും ചെറുതുമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റിയുള്ള വലുതും ചെറുതുമുണ്ട്. ഏറ്റവും ടോപ്പാണ് 42 ഇഞ്ച് പൊക്കം. ഫീമെയിലല്ലേ? ഫീമെയില്. ഇത് കൊടുക്കാനുള്ളതല്ല, ഇത് നമ്മുടെ ഫാമിൽ തന്നെ നിർത്താനുള്ള അല്ലേ? നിർത്താനുള്ള ഏറ്റവും പൊക്കം കൂടിയത് 42 ഇഞ്ച് ഹൈറ്റ്. 42. നമ്മുടെ കേരളത്തിലേക്ക് ഈ ബീറ്റലാടിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുമ്പം എത്ര ദിവസം വേണ്ടി വരും ഇതിനു വേണ്ടി? നമുക്കിപ്പം ആടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം 1 മാസം എടുക്കും. പിന്നെ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊടുത്ത് 21 ദിവസം അവിടെ നിർത്തും ക്വാറന്റൈനിൽ. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം യാത്ര, പിന്നെ അത് കഴിഞ്ഞ് 7 ദിവസം വരെ നമ്മളെ നാട്ടിൽ ക്വാറന്റൈൻ ചെയ്തിട്ടാണ് ഈ ആടുകളെ സെയിൽ ചെയ്യുന്നത്, കൊടുക്കുന്നതില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ആടുകളെ നോക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റും ഇല്ലേ? അത്യാവശ്യം നല്ല ആടുകൾ ഫാമിൽ പോയി സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ ചന്തയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് എടുക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഈ ക്വാളിറ്റി ബേസ്ഡ് ആണ് ഇതിന്റെ വില വരുന്നത് ഇല്ലേ? ക്വാളിറ്റി ബേസ്ഡ് ആണ്. അപ്പം നമ്മുടെ ഒരു സാധാ ബീറ്റൽ, ഒരു നോർമൽ ക്വാളിറ്റി ബീറ്റലാട് വേണമെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടല്ലോ ഇപ്പോൾ? നമ്മുടെ കൈവശമുണ്ട്. ഒരു 10-15ഓളം ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഈ ചനയുള്ളതും അല്ലാത്ത ചനയുള്ളതുണ്ട്, പാലുള്ള ഇപ്പം ഒരു 1/2 ലിറ്റർ 1 ലിറ്ററിനകത്ത് പാല് കിട്ടുന്ന ആടുകളെ അവൈലബിൾ ഉണ്ട്. ചനയുള്ളതും ഇല്ലേ? ചനയുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം അച്ഛനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അച്ഛനാണ് ഈ ഫാം മുന്നോട്ട് നടത്തി കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു പഞ്ചാബിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നോക്കി എടുക്കാൻ പറ്റുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ വരവിൽ ഏതെല്ലാം കളർ വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? കളർ വെറൈറ്റി എന്ന് പറയുമ്പം പഞ്ചാബിലെ തന്നെ ഷേര ബീറ്റിൽ എന്നറിയപ്പെടുന്ന ബീറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലോഹ കളർ, പിന്നെ പഞ്ചാബിലെ തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റി എന്നറിയപ്പെടുന്ന അമൃത്സർ ബീറ്റിൽ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ചെവി ഇയർ ലെന്ത് നല്ല രീതിയിൽ കാണും. പിന്നെ അതുപോയിട്ട് തന്നെ പഞ്ചാബിൽ തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റി 2 ഫീമെയിൽ, ഏകദേശം 42 ഹൈറ്റ്. 42 ഹൈറ്റ് ഉള്ളതാണല്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം. കേരളത്തിലെ ഏറ്റവും 42 ഹൈറ്റ് ഉള്ള ഫീമെയിൽ ഒന്നും നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ സാധനമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും കൊണ്ടുവന്നത്. അത് പേരൻസിലേക്ക് സ്റ്റോക്ക് ആയിട്ട് വെക്കാനാണ്. അപ്പോൾ ഏകദേശം ഈ ബീറ്റലാട് വളർത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്? നമുക്കിപ്പോൾ ഏറ്റവും നോർമൽ ക്വാളിറ്റി കുട്ടികൾക്ക് നമുക്ക് ഏകദേശം ഒരു 15 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഒരു നോർമൽ ക്വാളിറ്റി, ടോപ്പ് ക്വാളിറ്റിക്ക് പിന്നെ റേറ്റ് വ്യത്യാസം വരും. ഒരു നോർമൽ ക്വാളിറ്റിക്ക് ഒരു 15 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഉണ്ട് ഇല്ലേ? അവൈലബിൾ ആണ്. അപ്പോൾ ബീറ്റലാട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് അല്ലേ? വലിയ സ്റ്റോക്ക് ഇല്ല, നമുക്കൊരു 5-6 ഉള്ളൂ. നോർമൽ ക്വാളിറ്റി ഒരു 5-6 പീസേ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ നിലവിൽ നമുക്കൊരു 10-70 പീസോളം ഇവിടെ ഉണ്ട് ഇല്ലേ വാങ്ങാനായിട്ട്? തീർച്ചയായിട്ടും. അപ്പോൾ ബ്രീഡിങ്ങിനായിട്ട് ബീറ്റലിന്റെ മെയിലിനെ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ പ്രായത്തിലെ മെയിലുകളാണുള്ളത്? നമുക്ക് 42 ഹൈറ്റില് 2 വലിയ മുട്ടന്മാരുണ്ട്, 4 പല്ല്, 2 പല്ല് പ്രായം. പിന്നെ അത് പോയിട്ട് പാൽപ്പല്ലില് ഒരു 8 മുട്ടൻ കുട്ടികളുണ്ട്. അത് നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള കുട്ടികളും ഉണ്ട്, മുട്ടൻ കുട്ടികൾ അവൈലബിൾ. ഏകദേശം ഒരു 40 എബോവ് വെയിറ്റ് വരും കുട്ടികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ഥിരം ഒരു ബീറ്റലാട് ഫാമായിട്ട് ഇത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും. ഇവിടെ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ സെയിലിനായിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ബ്രീഡിംഗ് പർപ്പസിന് എപ്പോഴും 2 മുട്ടൻ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫാം ഉള്ളത് വാമനപുരത്താണ്.
അവിടെ നമുക്ക് അത്യാവശ്യം ബ്രീഡിങ്ങിനുള്ള മുട്ട നിപ്പുണ്ട്. മാറ്റിങ് പർപ്പസ് എന്താ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ 40 മുകളിലോട്ട് 42 പ്ലസ് ഒക്കെ വരുന്ന ഫീമെയിലുകളെ നിർത്തുന്ന ടോപ്പ് ക്വാളിറ്റി ഫീമെയിലുകളെ നിർത്തുന്ന പേരന്റ് സ്റ്റോക്ക് ഉള്ളത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്ന ബീറ്റലുകളൊക്കെ നാളെ കൊണ്ട് സെയിലിന് തയ്യാറാവുന്നതാണല്ലോ. അപ്പോൾ ഏതൊക്കെ പ്രായത്തിലും ഏതൊക്കെ കളർ വെറൈറ്റിയാണ് ഈ പ്രാവശ്യം ഉള്ളത്? നമുക്കിപ്പം പ്രായത്തിലെന്ന് പറഞ്ഞാൽ ഫീമെയിൽസ് എല്ലാം ഏകദേശം ഒരു 15-20ഓളം ഫീമെയിൽ ഒരു ഡെലിവറി കഴിഞ്ഞതാണ്. അതിൽ 10 പാല് കിട്ടുന്നു. ബാക്കി പ്രഗ്നൻസി ആയിട്ടുള്ള ആട് ഒരു 15ഓളം ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ ഒരു 5-6 എണ്ണം കാണും. പിന്നെ ഷേര ബീറ്റിൽ 4 ഉണ്ട്. ലോഹ കളർ ഒരു 5 അവൈലബിൾ ആണ്. പിന്നെ ഉള്ള ഡബ്ബ ബീറ്റിൽ ഒരു 3 ബാക്കിയെല്ലാം പഞ്ചാബ് ബീറ്റിലാണ്. ബീറ്റലാട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും? എപ്പോഴും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഏകദേശം 2 മാസം 3 മാസത്തൊരിക്കൽ ഒരു ലോഡ് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇതിനെ സെലക്ട് ചെയ്ത് ക്വാറന്റൈനിൽ നിർത്തി അതിനുള്ള ടൈം നമുക്ക് വേണ്ടി വരും. അപ്പോഴേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ബീറ്റലിന്റെ മെയിലല്ലേ വെച്ചാ? നല്ല ഹൈറ്റ് ഉള്ളതല്ലേ?